ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എന്താ പറയുക, ആൾക്കാർ പെടുന്ന ഒരു സംഭവം ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പേർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. എനിക്കും ഇപ്പോൾ റീസെൻ്റ്ലി UPI ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ UPI ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 10 രൂപ 5 രൂപ പേ ചെയ്യുന്നത് വരെ നമ്മളിപ്പോൾ UPI ക്രെഡിറ്റ് കാർഡ്സ് ത്രൂ ആണ് പേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ എമൗണ്ട് ദിവസങ്ങളിൽ കുറേ പ്രാവശ്യം നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമ്മൾ ബാങ്ക് അക്കൗണ്ട് ത്രൂ പേ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പേ ചെയ്യുള്ളൂ. ഇത് അങ്ങനെയല്ല, നമ്മുടെ ക്രെഡിറ്റ് കാർഡാണ്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ഓൾറെഡി എപ്പോഴും ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ സാധനം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റീസെൻ്റ്ലി ഞാൻ നോർമലി UPI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാറുള്ളത്. എൻ്റെ BOB ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, UPIൻ്റെ കോട്ടക്കിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അങ്ങനെ 3-4 ഉണ്ട്. ഞാനിപ്പം എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഒരെണ്ണാക്കാൻ പോവാണ്. HDFC ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ മാസമൊക്കെ പ്രത്യേകിച്ച് ഓണത്തിൻ്റെ സമയത്തിനൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച മോസ്റ്റ്ലി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ കോട്ടക്കിൻ്റെ എന്താ പറയുക UPI ക്രെഡിറ്റ് കാർഡായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ് ഉണ്ടല്ലോ, നമ്മുടെ റൂപേ പേരിൻ്റെ, നമുക്ക് UPIയിലോട്ട് ഉപയോഗിക്കാമല്ലോ. പക്ഷേ അതിൻ്റെ ബില്ല് ഇന്നലെയാണ് വന്നത്. അപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ഞാൻ എത്ര സാധനം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എന്താ വന്നേക്കുന്ന ബില്ലാണ് 23,000 രൂപയാണ് നമുക്ക് UPI ഉപയോഗിച്ചിട്ട് ബില്ല് വന്നേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബില്ല് വരുമ്പോൾ ഞാൻ ആക്ച്വലി ബില്ല് വന്നപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കയറി തപ്പി ഇത്ര അധികം സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ നോക്കുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട് ഇഷ്ടം പോലെ. ഒരു ദിവസത്തിൽ തന്നെ 100-300 രൂപയൊക്കെ വെച്ച് ചെറിയ ചെറിയ എമൗണ്ട് വെച്ച് നമ്മൾക്ക് അറിയില്ലല്ലോ. നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പോയി പേ ചെയ്യുമ്പോൾ 10 രൂപ 20 രൂപ 30 രൂപ 1 രൂപ അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ കൂടി ദിവസം ഒരു ദിവസത്തിൽ തന്നെ 30 രൂപ തന്നെ കുറയണം വരുന്നുണ്ട്. അപ്പോൾ ഈ സാധനം പണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ത്രൂ പേ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഡേഞ്ചർ, നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു അലേർട്ട്നെസ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഈ സാധനത്തിൽ അങ്ങനെ സംഭവമില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യണം. അത് തന്നെയാണ് ആക്ച്വലി ഇതിന്റെ പിന്നിലത്തെ ഒരു കളി. ആക്ച്വലി UPI ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നേക്കുന്നത് ഈ ട്രാൻസാക്ഷൻസ് ആൾക്കാരുടെ കൂട്ടാനുള്ള പരിപാടി തന്നെയാണെന്ന് വെച്ചാൽ ബാങ്കുകൾക്ക് എന്താ വേണ്ടത്, ട്രാൻസാക്ഷൻ കൂടണം, അവർക്ക് കാശ് കിട്ടണം, അവർക്ക് പ്രോഫിറ്റ് കിട്ടണം, അതാണല്ലോ അവരുടെ ബിസിനസ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് UPI ക്രെഡിറ്റ് കാർഡ് സർക്കിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയും, എല്ലാവരും UPI ക്രെഡിറ്റ് കാർഡ്സിന്റെ പിന്നാലെ, എല്ലാവർക്കും റൂപേ ക്രെഡിറ്റ് കാർഡ് മാത്രമേ വേണ്ടൂ. പണ്ട് അങ്ങനെ അറിയത്തില്ല, റൂപേ കാർഡ് തന്നെ ആർക്കും വേണ്ടിയിരുന്നില്ല. ഇപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റാ. പക്ഷെ ഇങ്ങനത്തെ ഈ റൂപേ കാർഡുകൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട് കേട്ടോ UPIന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം ഒരു കാർഡെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു റൂപേ കാർഡ് മാത്രം, അല്ലെങ്കിൽ ഒരു UPI കാർഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ മൾട്ടിപ്പിൾ കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ ബില്ല് വരുമ്പോണ്ടല്ലോ, നമുക്കൊരു മാസം തന്നെ ഭയങ്കര ബില്ല് വരും. അപ്പോൾ എന്താ വെച്ചാൽ മിക്കപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പോൾ എല്ലാ ബാങ്കുകൾക്കും റൂപേ കാർഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ അവരുടെ ഉള്ള കാർഡിന്റെ തന്നെ റൂപേ വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് UPIന്റെ ആപ്പിൽ ലിങ്കും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ കാർഡ്സ് ഉള്ളപ്പോഴേ ഇപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം ആകെ പണി കിട്ടും. ബില്ല് വരുമ്പോഴായിരിക്കും നമ്മുടെ എന്താ പറയുക ഫ്യൂസ് അടിച്ച് പോവുക, കറണ്ട് ബില്ല് വരുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം ഭയങ്കര ഒരു ഡേഞ്ചർ പരിപാടിയാണ് UPI ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പൊട്ടയെന്നല്ല പറയുന്നത്, എന്ന് വെച്ചാൽ ഈ സാധനം കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ നമുക്ക് ഈ സ്മോൾ എമൗണ്ട്സിനൊന്നും ഒന്നാമത് കടക്കാർ സമ്മതിക്കില്ല, അവർക്ക് ട്രാൻസാക്ഷൻ ചാർജ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കില്ലേ. പക്ഷേ ഈ സാധനം വന്നോടുകൂടി ഇത് ഭയങ്കര എന്താ പറയുക, ശരിക്കും ബാങ്കുകളുടെ റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. UPI ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ UPI ട്രാൻസാക്ഷൻ ഭയങ്കര കൂടിയിട്ടുണ്ട്. അതും അതിൻ്റെ മെയിൻ കാരണം ഈ UPI ക്രെഡിറ്റ് കാർഡ്സ് തന്നെയാണ്. എന്ന് വെച്ചാൽ ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ പോലും UPI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അതും ഇങ്ങനെ ഡെയിലി ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും ഈ സാധനങ്ങൾ അതുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ഈ സാധനം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ആക്ച്വലി ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ നോർമലി ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് നമ്മുടെ ഓണത്തിന്റെ സമയത്താണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ ഈ സാധനം ഉള്ളതുകൊണ്ടാണ്, മെയിനായിട്ട് ഈ സാധനം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മിക്കതും ഇതിന്റെ പകുതിയെങ്കിലും നമുക്ക് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റായിരുന്നു. ഇപ്പോൾ ഈ സാധനം ഉള്ളതുകൊണ്ട് തന്നെ ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൂടി വന്നേക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു എന്താ പറയുക, ഒരു അലേർട്ട്നെസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി UPI ക്രെഡിറ്റ് കാർഡ്സിനെ ബാഡാക്കി പറയാനോ അല്ല, സംഭവം വീഡിയോ ഇട്ട് സാധനം തന്നെയാണ്. പക്ഷേ നമുക്കറിയില്ല, ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു കൺട്രോൾ ഇല്ലാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടപ്പ് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UPI ക്രെഡിറ്റ് കാർഡ്സ് വന്നപ്പോൾ അതിന്റെ ഒരു വേറൊരു എക്സ്റ്റെൻഡിലേക്ക് പോയി. അപ്പോൾ അത് ചെറിയ എമൗണ്ടിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നല്ലോ. അപ്പോൾ അത് നമ്മുടെ ആൾക്കാരുടെ കൺട്രോൾ കളയാനുള്ള ഭയങ്കര സാധനം, നമ്മുടെ ഈ എക്സ്പെൻസ് കൺട്രോൾ കളയാനുള്ള ഭയങ്കര വലിയ സംഭവമാണ്.
അപ്പോൾ ഈ സാധനം മാത്രം ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കണം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ UPI ക്രെഡിറ്റ് കാർഡ്സ് എപ്പോഴും ഉപയോഗിക്കാണ്ടിരിക്കും നല്ലത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്പില്ല് വന്ന് നമ്മുടെ ബോധം പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു UPI ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിച്ച് മാത്രം വെക്കുക. അപ്പോൾ നമുക്ക് അതിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ട്രാക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ കുറേ കാർഡുകൾ ഈ UPI കാർഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഈ കാർഡ് വേണ്ട അടുത്ത കാർഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ കാർഡുകളിലും നമ്മൾ ഇത്ര അധികം ഉപയോഗിച്ചു നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. അപ്പോൾ അതാണ് ഈ UPI കാർഡ്സ് കുറേ ഉണ്ടെങ്കിലുള്ള കുഴപ്പം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ UPI കാർഡുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ മണിയുടെ പുതിയ കാർഡ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മിഞ്ഞാന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ക്യാഷ് ബാക്ക് തരുന്ന കാർഡ് അനുസരിച്ച് മാത്രം എടുക്കുക, അത് മാത്രം കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ച് പോകട്ടെ, മറക്കണ്ട. അപ്പോൾ ഇപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാർഡ് എന്ന് പറയുന്നത് BOBയുടെ സ്നാപ്ഡീൽ കാർഡാണ് നമുക്ക് UPI അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നത്. വെച്ചാൽ ബാക്കിയുള്ള കാർഡുകളൊന്നും നമുക്ക് അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ നമ്മുടെ ജൂപ്പിറ്റർ എഡ്ജ് കാർഡ് ആയിക്കോട്ടെ, ഇപ്പോൾ സൂപ്പർ മണിയുടെ എന്തായാലും ഇപ്പോൾ ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ അത് ഓൾറെഡി ലോഞ്ചിങ് സ്റ്റേജിലാണ്. അപ്പോൾ അതിന് കുറച്ച് എന്താ പറയുക ലാഗുകളുണ്ട്. HDFC UPI ആയാലും വലിയ കാര്യമൊന്നുമില്ല, യെസ് ബാങ്കിന് UPI ആയാലും വലിയ ബിലോ ആവറേജ് എന്നൊക്കെ പറയാനുള്ളൂ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മുടെ BOB കാർഡൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെയൊക്കെ പിന്നെ HDFCയുടെ ടാറ്റാനിയോൻ്റെ കാർഡും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ 2 കാർഡ് ഞാൻ ഉപയോഗിക്കും. ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് ഒരെണ്ണാക്കി മാറ്റാൻ പോവാം. 4-5 കാർഡിന് UPI ഇതൊക്കെ നമുക്ക് നിർത്തി അത് ക്ലോസ് ചെയ്യാൻ പോകാം, അല്ലാണ്ട് വെച്ചോണ്ടെന്നാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതൊന്നും പറയാനാണ് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്താലേക്ക് മെത്തോഡ് ഇൻകം പ്രൂഫ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മാസങ്ങളായിട്ട് ക്രെഡിറ്റ് കാർഡ്സിന് അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ എപ്പോഴും റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കട്ടെ. കിട്ടാനുള്ള ചാൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോർമലി അപ്ലൈ ചെയ്യാനും കൂടുതലായിരിക്കും, ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ആണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്ത പോയി കണ്ടുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, ഗാഡ്ജറ്റ് കമ്പാരിസൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.